ഗായ്സ്, സോ ഇന്ന് നമ്മളുള്ളത് ഡൽഹി എയിംസിന്റെ ഹോസ്റ്റലിലാണ്. സോ കഴിഞ്ഞ വർഷം, അതായത് 2020 ഡൽഹി എയിംസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള മലയാളീസ് നമ്മുടെ അടുത്ത് കുറച്ച് പേരുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാനിഷ് ആണ്. സാനിഷ് കോഴിക്കോട്ടുകാരനാണ്. ഞാൻ ഫായിസ് ആലപ്പുഴയിൽ നിന്നായിരുന്നു. ഇതാണ് ഐഷ കേട്ടോ. ഇത് വളരെ വേൾഡ് ഫേമസ് ഐഷാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ കേരള 1ാം റാങ്കാണ്. ബാക്കി റാങ്ക് ഞാൻ അഭിഷേക്, തിരുവനന്തപുരം സ്വദേശി. ഒരു 100% അല്ലെങ്കിൽ നിയർ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടല്ല നമ്മൾ നീറ്റിൽ പഠിക്കാം. ആ പഠിത്തോ ഇപ്പോഴത്തെ പഠിത്തോ അല്ലെങ്കിൽ കോളേജിൽ വന്നിട്ടുള്ള പഠിത്തോ ജനറലി മെഡിക്കോസിനെ പറ്റി എല്ലാവർക്കും നാട്ടുകാർക്ക് ഒരു വിചാരം വെച്ചാൽ മെഡിക്കോ ആണെന്ന് വെച്ചാൽ പഠിത്തോട് പുസ്തകപ്പുഴ ആണെന്ന് ഒരു വിചാരം. ഹോസ്റ്റൽ ലൈഫ് പറയും. ഫുൾ ടൈം AC റണ്ണിങ്. ഹോസ്റ്റൽ വൈഫൈ ഉണ്ട്. അപ്പൊ നെറ്റിന് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രീഡം ആണ് ഏറ്റവും. പിന്നെ ജിം, സ്വിമ്മിംഗ് പൂൾ, ജിം. അപ്പൊ ആക്ച്വലി ആക്റ്റീവ്ലി സ്പോർട്സിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്ക് എന്ത് ഗെയിംസ് ആണെങ്കിലും നല്ല ഓപ്ഷൻസ് ആണ്. എല്ലാ ദിവസവും എല്ലാ ഗെയിമും കളിക്കും. എല്ലാ എപ്പോഴും ഓപ്പൺ ആണ്. കോളേജിൽ വന്നിട്ട് നിനക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കോളേജില് ഇവിടെ ഇവരൊക്കെ പറഞ്ഞാൽ തന്നെ ഫുള്ള് ഫ്രീ ആണ്. ഇടക്ക് ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം എഴുതി പാസ്സായാലും അടുത്ത കൊല്ലം പോകും. ആകെ അതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ മൈൻഡ് ചെയ്യാനും ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിക്കാം. അത്രേ പഠിക്കേണ്ടവർക്ക് പഠിക്കാം, കളിക്കേണ്ടവർക്ക് കളിക്കാം. അങ്ങനെയല്ല, മൊത്തത്തില് ഇവിടുത്തെ ഒരു സ്കോളർഷിപ്പ് സ്കീമുകൾ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് പൈസ ഇൻകം കിട്ടാനുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ കുറെ ലീ ഗ്രാൻസ്. അല്ല, റിസർച്ച് മാത്രല്ല എല്ലാ കോളേജിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെ. അങ്ങനെയുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും സാധനം അവൈലബിൾ ആവുന്നില്ലേ? ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ ഈ ഹൗസ് റെന്റ്സിൽ സ്റ്റൈപ്പൻഡ് ഒക്കെ എങ്ങനെ വരാം? ഏകദേശം പൈസ കിട്ടില്ലേ? അറിയില്ല. സീരിയസ്ലി 25,000 26,000 കിട്ടും. വെച്ചിട്ട് ഹൗസ് റെന്റ്സിൽ ഇങ്ങോട്ട് പെർ മന്ത് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം എന്തായാലും 5 വർഷത്തേക്ക് 5,000 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. അത്രയും 5 വർഷത്തേക്ക് 5,000 രൂപ. ഭയങ്കര എക്കണോമിക്കൽ സാധനമാണല്ലേ. ചില കുട്ടികളുണ്ടാവില്ലേ, ലൈക്ക് എയിംസ് കിട്ടിയില്ല, കേരളത്തിലാണ് കിട്ടിയത് എന്നുള്ള രീതിയിലൊരു അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവര് അപ്പൊ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യോ? അപ്പൊ നമുക്ക് ഒരാളെ മിസ്സായി തന്നെ ഭയങ്കര നഷ്ടം. പക്ഷെ ഇവിടെ എങ്ങനെ നമ്മുടെ മിക്കവാറും വെച്ചാല് ഇവിടെ സീനിയർ ജൂനിയർ ഡിഫറൻസ് ഇല്ല. ഫസ്റ്റത്തെ ഒരു മന്ത് ഇന്ററാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഭയങ്കര ക്ലോസ് ആവും. അപ്പൊ നമുക്ക് ഒരു ഫാമിലി പോലെ ആയിട്ട് ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി. എല്ലാരും പറയാതെ അതുകൊണ്ട് മലയാളികളോട് എല്ലാവർക്കും ഒരു വേറെ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് ആണ്. ഫുൾ ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അവര് ഫുള്ള് എന്താ അടിപൊളിയാക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഡൽഹി എയിംസ് ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ കേരളത്തിലൊരു കോളേജ് ഒരു ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എന്നാലും എന്ത് രീതിയിലാണ്? അല്ല, ഇവിടെ ഒരു MBBS ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നാട്ടുകാരോട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡിഗ്രി ഇപ്പൊ എന്തായാലും യുജിന്റെ അല്ലേ, എന്തായാലും അവിടെ കിട്ടിയാലും സെയിം തന്നെയാണ്. നമ്മളെ പ്രിഫറൻസും നമ്മളെ എന്താ പറയാ കോളേജ് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അത് മിസ്സാവരുതല്ലോ. അത് മിസ്സാവരുത്. അനുസരിച്ച് നമ്മളെ ഇഷ്ടമുള്ള കോളേജ് ശരിക്കും ആക്ച്വലി ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം എന്താ കോളേജിനകത്ത്? കണ്ടിട്ടില്ല. അതെന്താ പൾസ്? ശരിക്കും ആക്ച്വലി എന്താ സാധനം? ഇന്റർ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ കോളേജും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരാഴ്ച 10 ദിവസമൊക്കെ ഇന്ത്യയിലെ എല്ലാ കോളേജും എല്ലാവർക്കും പാസ്റ്റ്. പക്ഷെ ജനറലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് കോവിഡ് കാരണം കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല. ഇത് സ്റ്റഡി ഏരിയ അല്ലേ? ഇതൊക്കെ എന്താ പറയാ സെൽഫായിട്ട് അസംബിൾ ചെയ്തിട്ട് സാധനം ഓൾറെഡി ഇവിടെ തന്നെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഇവിടെ ഫ്രിഡ്ജൊക്കെ എക്സ്ട്രാ അടിച്ചു വെക്കുന്നത്. ഫുൾ ഫെസിലിറ്റീസ് എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ. ബാക്കി കറക്റ്റ് സാധനങ്ങളൊക്കെ
ഇതാണ് നിങ്ങളുടെ എന്താ പറയാ ഇവന്റ്സ് നടക്കുന്ന ഏരിയ അല്ലേ? ബയോളജി C+ ആണ്. അത് കഴിഞ്ഞിട്ട് PC മേടിക്കാൻ പോയി. അപ്പൊ ഒരു മിസ് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു, എവിടെ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെ കോച്ചിങ് ചേർന്നിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു എന്തിനാ നീയൊക്കെ പോയിട്ട്, അവിടുന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിയത്, നീ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഇൻസൾട്ട് ആയിരുന്നു. ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അങ്ങനെ കയറിയതാ. ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ട് റാങ്ക് കിട്ടാണ്ട് പോയില്ലേ? അപ്പൊ എന്താ തോന്നി? പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് എഴുതിയപ്പോ 7 ലക്ഷം ആയിരുന്നു റാങ്ക്. ഫസ്റ്റ് +2 എഴുതിയപ്പോ. പിന്നെ എഴുതിയപ്പോ എനിക്ക് അത് 29,000 പിന്നെ എഴുതിയപ്പോ 145. ഓൾ ഇന്ത്യ റാങ്കോ? ഓൾ ഇന്ത്യ റാങ്ക് 140. കേരള റാങ്ക് 21. 50 സ്റ്റോറിയുള്ളൂ. എയിംസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ? നല്ല കോളേജ് നമുക്ക് എടുക്കാം. നല്ല കോളേജ് എടുക്കാം. അത് കുറച്ച് നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസം സാധനങ്ങൾ എന്നൊന്നുമില്ല. ഒരു മെഡിക്കൽ കോളേജ് കിട്ടാത്ത ആൾക്കാർ, നല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു മെഡിക്കൽ കോളേജ് കിട്ടാത്ത ആൾക്കാർ അത് നമ്മള് മാക്സിമം എന്തായാലും നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കിട്ടും.